എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കടൽ വിഭവങ്ങളിൽ രാജകീയമായൊരു സ്ഥാനം പിടിച്ചിരിക്കുന്നത് കണവയ്ക്കാണ്. ചിലയിടങ്ങളിൽ ഇതിനെ കൂന്തലെന്നും വിളിപ്പേരുണ്ട്. മൃദുവായ മാംസവും അതിലേക്കു ചേരുന്ന നാടൻ മസാലകളുടെ കരുത്തും ഒരുമിച്ചാൽ കിട്ടുന്ന രുചി ആരെയും കീഴടക്കും. അതാണ് ഇന്നത്തെ റെസിപ്പി, കണവ റോസ്റ്റ്. കണവ റോസ്റ്റ് തയ്യാറാക്കി തുടങ്ങാം. അതിനായി കണവ റോസ്റ്റ് തയ്യാറാക്കുന്നതിനായി 1/2 കിലോ കണവയാണ് എടുത്തിട്ടുള്ളത്. ഈ കണവ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കണവ വേകുന്നതിന് ആവശ്യമായ ഉപ്പ്, കണവയ്ക്ക് ആവശ്യമായ 1/4 കപ്പ് വെള്ളം എന്നിവ ചേർത്ത് വേവിക്കാനായി വെക്കാം. വേവിക്കാനായി മാറ്റിവെക്കുമ്പോൾ കണവയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അതിനാലാണ് 1/4 കപ്പ് വെള്ളം ചേർത്താൽ മതി. കൂടുതൽ വെള്ളമുണ്ടെങ്കിൽ കണവയിലെ വെള്ളം വറ്റി വരുന്നത് വരെ ഒരുപാട് നേരം വേവിച്ചാൽ റബ്ബർ പോലെയായി പോകും. ഈ കണവ വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള മസാലകൾ തയ്യാറാക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്ത് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 4-5 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവ ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്നവരെയും വഴറ്റിയെടുക്കണം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഞ്ചി വെളുത്തുള്ളി മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് വലിയൊരു സവാള നീളത്തിലരിഞ്ഞതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എരിവിന് ആവശ്യമായ പച്ചമുളക് 3 എണ്ണം നീളത്തിലരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില എന്നിവ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഈ സവാള വഴന്നു വരുന്നതിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് വേണം സവാള വന്ന് വഴറ്റിയെടുക്കാനായിട്ട്. വഴന്നു വന്ന സവാളയിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്ത തക്കാളി നന്നായി വഴന്നതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. വഴന്നു വന്ന തക്കാളിയിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല എന്നിവ ചേർത്ത് ഇവയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് വേണം പൊടികൾ വഴറ്റിയെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. മസാലകൾ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച കണവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കണവ ചേർത്ത് കൊടുത്ത് മസാലയുമായി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതിലെ ജലാംശം ഒന്ന് വറ്റി വരണം. ഇത് ഒരു പെരുളൻ ടൈപ്പായിട്ടാണ് നമ്മൾ റോസ്റ്റാക്കി എടുക്കുന്നത്. ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. കണവ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.